നമുക്കിനി അടുത്തതായിട്ട് ആ മടയനായ മനുഷ്യൻ്റെ വീടിനെ നോക്കാം. ആ മണലിന്മേൽ പണിത വീട്. മനോഹരമായ വീടാണ്, എന്നാൽ അത് വീണുപോയി. അത് മനസ്സിലും വികാരത്തിലുമാണ് പണിതത്. നമ്മൾ ആ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോകുമ്പം അത് പാറമേലാണ് പണിതത്. മറ്റേ വീട് പോലെ അത്ര വലിയ വീടല്ലത്, അത്ര മനോഹരമല്ലത്. എന്നാൽ അതിൻ്റെ അടിസ്ഥാനം പാറയിലാണ്. ആ പാറയിൽ പണിതപ്പം മനസ്സും വികാരവും അവൻ ഉപയോഗിച്ചു. മനസ്സും വികാരവും അവൻ തള്ളിക്കളഞ്ഞില്ല. മനസ്സിലും വികാരത്തിലും നിൽക്കാതെ അവൻ പാറയിൽ നിന്നാണ് പണി തുടങ്ങിയത്. എന്താണ് ഇതിൻ്റെ പ്രായോഗിക അർത്ഥം? നമുക്ക് അടുത്ത സ്ലൈഡിൽ അത് കാണാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആ കീറിയ തിരശ്ശീലൂടെ പോകുന്നതാണത്. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിച്ചാൽ, അത് ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ മാനത്തിന് വേണ്ടി പ്രസംഗിക്കുന്നതോ അത്ഭുതം ചെയ്യുന്നതോ ശുശ്രൂഷ ചെയ്യുന്നതോ ഒന്നുമല്ലെങ്കിൽ, എന്നാൽ യേശുവിൻ്റെ പിന്നാലെ പോകുന്നതാണെങ്കിൽ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തോട് നിങ്ങൾ ഇല്ല എന്ന് പറയണം. എല്ലാ ആദാമിൻ്റെ സന്തതിയുടെയും ഹൃദയത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നത് സ്വയമാണ്. അവനെ ആ സിംഹാസനത്തിൽ നിന്ന് ഇറക്കണം. ആ സ്വയത്തോടില്ല എന്ന് പറയണം. ഇത് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യമാണോ? അല്ല, എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ആ വാക്യം പറയുന്നത് ദിനം തോറും തൻ്റെ ക്രൂശ് എടുക്കുക എന്നാണ്. എന്നിട്ട് എന്നെ അനുഗമിക്കണം. എല്ലാ ദിവസവും. ഇത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യമല്ല. എന്നിട്ട് ശരി, ഞാനത് ചെയ്തു എന്ന് പറയേണ്ടതല്ല. എൻ്റെ സ്വയത്തോട് ഇല്ല എന്ന് പറയാനായിട്ട് എല്ലാ ദിവസവും എനിക്ക് അവസരമുണ്ട്. നിങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്കൂ. ഞാനതിനെ നേഴ്സറി തലത്തിലുള്ള മല്ലന്മാരെന്ന് പറയാം. പെട്ടെന്ന് കൊല്ലാൻ കഴിയുന്ന മല്ലന്മാർ, പെട്ടെന്ന് മുറിവുണ്ടാക്കുന്ന ഒരു മല്ലൻ. നിങ്ങൾ മുറിപ്പെടാറുണ്ടോ? നിങ്ങൾക്കറിയാമോ, മരിച്ചവരൊരിക്കലും മുറിപ്പെടുന്നില്ല. നിങ്ങൾക്കതറിയാമോ? മരിച്ച ആളുകൾ ഒരിക്കലും മുറിപ്പെടുന്നില്ല. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചാൽ നിങ്ങൾ മുറിപ്പെടത്തില്ല. നിങ്ങൾ പെട്ടെന്ന് ഇടറുന്ന ആളാണെങ്കിൽ നിങ്ങൾ മരിച്ചില്ല എന്നതാണ് കാണിക്കുന്നത്. യേശു ഇടറുന്ന ഒരാളായിരുന്നോ? ആ മനുഷ്യൻ നിങ്ങളോട് സംസാരിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളോട് ഇടപെട്ടില്ല, നിങ്ങൾ മുറിപ്പെടുമോ? അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ല അവൻ നിങ്ങളോട് സംസാരിച്ചത്, അല്ലെങ്കിൽ മോശമായ രീതിയിൽ നിങ്ങളോട് സംസാരിച്ചു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ നേഴ്സറി തലത്തിലുള്ള മല്ലന്മാരെ നിങ്ങൾ ജയിക്കുന്നില്ലെങ്കിൽ, കനാൻ നാട്ടിലുള്ള ഈ മുതിർന്ന മല്ലന്മാരെ നിങ്ങൾക്ക് എങ്ങനെ നേരിടാനായിട്ട് കഴിയും? നിങ്ങൾ നശിപ്പിക്കേണ്ട ഒത്തിരി മല്ലന്മാരുണ്ട്. യോശുവയോട് ദൈവം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൈവശപ്പെടുത്താനായിട്ട് ഇനി ഒത്തിരി ദേശം നിങ്ങളുടെ മുന്നിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈവശപ്പെടുത്താനായിട്ട് ഇനി ഒത്തിരി സ്ഥലങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇനിയും കൊല്ലാൻ ഒത്തിരി മല്ലന്മാരുണ്ട്. വടക്കേ രാജ്യത്തിലുള്ള ആ മല്ലന്മാരെ നാം ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. നിങ്ങൾ കനാലിൽ പ്രവേശിച്ചു, നല്ലത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മല്ലന്മാരെ കൊല്ലുക. ഒരു കനാൻ നാട്ടിൽ എത്തിയപ്പോൾ അവർ മല്ലന്മാരെ കണ്ടു. അത് അവരുടെ മനസാക്ഷിക്ക് ബോധ്യമായ പാപമാണ്. ഇപ്പോഴും അവർ കാണാത്ത മല്ലന്മാരുണ്ട്. അതാണ് മനസാക്ഷിക്ക് ബോധ്യമാകാത്ത പാപം. നിങ്ങൾ കാണുന്ന മല്ലന്മാരെ കൊന്നെങ്കിൽ മാത്രമേ കാണാത്ത ആ മല്ലന്മാരെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. മുറിപ്പെടുക എന്നുള്ള മല്ലനെ നിങ്ങൾക്ക് പെട്ടെന്ന് കൊല്ലാൻ കഴിയുന്ന ഒരു മല്ലനാണ്. അത് നിന്റെ നഗളമാണ്. കോപം പോലെയുള്ള കാര്യങ്ങൾ, ലൈംഗിക മോഹങ്ങൾ, ഇത് വളരെ ശക്തന്മാരായ മല്ലന്മാരാണ്. ഗോലിയാത്തിനെ പോലെ വളരെ ശക്തന്മാരായ മല്ലന്മാർ. അവരെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി യുദ്ധവും ശക്തിയും പ്രയോഗിക്കേണ്ടതായിട്ട് വരും. എന്നാൽ പ്രയാസമില്ലാത്തവരെ കൊന്ന് നമ്മുടെ പേശികൾ നമുക്ക് ഉറപ്പുവരുത്താം. പെട്ടെന്ന് മുറിപ്പെടുന്ന മനുഷ്യനെ നമുക്ക് ഇല്ലാതാക്കാം. മറ്റുള്ളവരുടെ ബഹുമാനം ആഗ്രഹിക്കുക, അത് മറ്റൊരു നേഴ്സറി ലെവലിലുള്ള ഒരു മല്ലനാണ്. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ പ്രായമാകുമ്പം ചെറുപ്പക്കാരായ ആളുകൾ നമ്മളെ ബഹുമാനിക്കണമെന്നുള്ള ആഗ്രഹം. ഒരു ലൗകികനെ സംബന്ധിച്ച് അത് ശരിയാണ്. ഒരു ക്രിസ്ത്യാനിക്ക് അങ്ങനെയല്ല. എന്നെ ആരും ബഹുമാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആളുകൾ എന്നോട് ബഹുമാനത്തോടെ സംസാരിക്കുന്നതിൽ എനിക്കൊരു താല്പര്യവുമില്ല. ഒരു ബഹുമാനത്തോടു കൂടി ഇടപെടുന്നതിലോ ബഹുമാനത്തോടെ എന്നെ പേരുകൾ വിളിക്കുന്നതിലോ എനിക്കൊരു താല്പര്യവുമില്ല. 100%. വർഷങ്ങൾക്ക് മുമ്പ് ആ മല്ലനെ ഞാൻ കൊന്നു. അത് നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരവരെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പല പ്രശ്നത്തിനും കാരണം അതാണ്. ഭാര്യമാരാഗ്രഹിക്കുന്ന അവരുടെ ഭർത്താക്കന്മാരവരെ ബഹുമാനിക്കണമെന്ന്. പ്രശ്നം നിൻ്റെ ഭാര്യയോ ഭർത്താവിലോ അല്ല, നിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആ മല്ലനാണ് യഥാർത്ഥ പ്രശ്നക്കാരൻ. അത് നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു വിവാഹ ജീവിതം ഉണ്ടാകും. ഇതെല്ലാം നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, നിങ്ങൾ കോൺഫറൻസുകളിൽ പങ്കെടുക്കാൻ പോകുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ പല കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ആളാണ്. എന്നാൽ പാപത്തിലാണോ നീ ജീവിക്കുന്നത്? നിൻ്റെ ആ സ്വയത്തെ നീ പുറത്താക്കിയിട്ടില്ല. ആ കീറിയ തിരശ്ശീലയുടെ ഉള്ളിലൂടെ നിങ്ങൾ നടക്കുന്നില്ല. അതിലൂടെ ദൈവത്തിൻ്റെ ആ സന്നിധിയിലേക്ക്
അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാതെ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആദാം ഒരു ദിവസം ദൈവത്തോടൊപ്പം ആയിരുന്നപ്പം അതായിരുന്നു അവൻ്റെ ആദ്യത്തെ ദിവസം. 6-ാം ദിവസമാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. അവൻ്റെ 1-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ 7-ാമത്തെ ദിവസമായിരുന്നു. അതായിരുന്നു ശബത്ത് ദിവസം. അവൻ ആ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ പിശാചിന് അവൻ്റെ അടുക്ക വരാൻ കഴിഞ്ഞില്ല. ഒരിക്കലും കഴിയുമായിരുന്നില്ല. അന്ന് പിശാച് അവൻ്റെ അടുക്ക വന്നില്ല. എബ്രായർ 4 പറയുന്നത് നിങ്ങൾക്കറിയാമോ? ദൈവജനത്തിനൊരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. നാം ആ സ്വസ്ഥതയിൽ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നാം എല്ലാ ദിവസവും ആ ശബത്ത് അനുഭവത്തിലാണ് വസിക്കേണ്ടത്. അപ്പോൾ പിശാചിന് ഒരിക്കലും നമ്മളെ നശിപ്പിക്കാൻ കഴിയുകയില്ല. ഒരു പാട്ടിൽ പറയുന്നത് പോലെ ദൈവഹൃദയത്തോട് ചേർന്ന് ഒരു വിശ്രമ സ്ഥലമുണ്ട്. പാപത്തിന് നുഴഞ്ഞു കയറാൻ കഴിയാത്തൊരിടം, ആ ദൈവഹൃദയത്തോട് ചേർന്നൊരിടം. അവിടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് ആ അതിവിശുദ്ധ സ്ഥലം. അവിടെയാണ് ദൈവം വസിക്കുന്നത്. നാം ദൈവവചനം മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് പോകണം. അതിലൂടെ ലഭിക്കുന്ന ആവേശത്തിനപ്പുറത്തേക്ക് ദൈവം വസിക്കുന്ന ആ ഇടത്ത് തന്നെ, അവിടെയാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. ആ പ്രാകാരത്തിൽ അവിടെ ഉള്ളത് പാപക്ഷമയും ജലസ്നാനമാണ്. ഇത് 2 കാര്യങ്ങളെ അവിടെ ഉള്ളൂ. ആ യാഗപീഠം ചൂണ്ടിക്കാണിക്കുന്നത് പാപക്ഷമയും താമ്രപാത്രം സ്നാനവുമാണ്. പിന്നെയും മുന്നോട്ട് പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, ആ വിശുദ്ധ സ്ഥലത്തുള്ള ആ നിലവിളക്കും ആ ധൂമ്രവും. അതിനുശേഷം കാഴ്ചയപ്പം, അത് ദൈവവചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിനും അപ്പുറത്താണ് ദൈവത്തെ ആരാധിക്കുന്ന ഇടം. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകളല്ല, അത് സ്തുതിയാണ്, ദൈവത്തിന് നന്ദി കരയറ്റുന്നതാണ്. ഇന്ന് ക്രിസ്തീയ ലോകം ആരാധന എന്ന് പറയുന്നത് ശരിയായ ആരാധനയല്ല. ഞാൻ നിങ്ങൾക്കത് തെളിയിച്ചു തരാം. നിങ്ങൾ ദൈവവചനം മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഗൗരവമുള്ളവനാണെങ്കിൽ ഒരു കൺകോർഡൻസ് എടുക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ പുതിയ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഇന്ന് കാണുന്ന ബാബിലോണിയ ക്രിസ്ത്യാനിത്വം വെച്ചല്ല. ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്, നിങ്ങളൊരു കൺകോർഡൻസ് എടുത്ത് ആരാധന എന്ന പദം നോക്കുക. പുതിയ നിയമത്തിൽ അതെന്താണെന്ന് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന് ആളുകൾ പറയുന്ന ആരാധനയുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ലെന്ന്. ബാബിലോണിയ ക്രിസ്ത്യാനിത്വം നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല, ദൈവവചനത്തിൽ അതെന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഈ ബാബിലോണിയ ക്രിസ്ത്യാനിത്വം പറയുന്നതാണ് ആരാധനയും സ്തുതിയുമെന്ന് ഞാനും മനസ്സിലാക്കിയിരുന്നു. ഞാൻ ദൈവവചനം പഠിച്ചപ്പം ഇതല്ല പരിശുദ്ധാത്മ പറയുന്ന ആരാധന എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പരിശുദ്ധാത്മാവ് എന്ത് പറയുമ്പോൾ അതാണ് സ്വീകരിക്കുന്നത്. എൻ്റെ ചുറ്റുമുള്ള ക്രിസ്തീയത്വം പറയുന്നതല്ല ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് ആരാധന? പുതിയ നിയമത്തിലോ അല്ലെങ്കിൽ പഴയ നിയമത്തിലോ നിങ്ങൾ എവിടെയെങ്കിലും ആരാധന എന്ന് വായിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ദൈവത്തിന് കീഴടങ്ങുന്നതാണ്. ഇയ്യോബ് ദൈവത്തിന് മുമ്പാകെ വീണ് അവൻ പറഞ്ഞു, ദൈവമേ, നീ എനിക്ക് 10 മക്കളെ തന്നു, വസ്തുവകൾ തന്നു, അതെല്ലാം നീ എടുത്തു, അവിടുത്തെ നാം വിശദീകരിക്കപ്പെട്ടെ. അതാണ് ആരാധന. അവനവിടെ പാട്ട് പാടുകയല്ലായിരുന്നു. അവൻ ദൈവമുമ്പാകെ വീണുകൊണ്ട് ദൈവത്തോട് പറയാഞ്ഞു, കർത്താവേ, നീ തന്നു, നീ എടുത്തു, ഇതെല്ലാം നിൻ്റേത് തന്നെയാണ്, നീയാണ് എൻ്റെ കർത്താവ്. ഇയ്യോബിൻ്റെ പുസ്തകമാണ് വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് എഴുതപ്പെട്ടത്. ഉൽപ്പത്തി എഴുതുന്നതിന് 500 കൊല്ലങ്ങൾക്ക് മുമ്പ്. ദൈവത്തെ ആദ്യമായിട്ട് ആരാധിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് കാണാം. ദൈവത്തിന് എല്ലാം കൊടുത്തുകൊണ്ട് എല്ലാം ദൈവത്തിന് മുമ്പാകെ അടിയറ വയ്ക്കുന്ന ഒരു മനുഷ്യൻ. നീ ദൈവത്തോട് അത് പറയുമെങ്കിൽ നീ ഒരു ആരാധനക്കാരനാണ്. നിനക്ക് നന്നായിട്ട് പാടാൻ അറിയത്തില്ലെങ്കിലും. ഉൽപ്പത്തി 22 മറ്റൊരാൾ ദൈവത്തെ ആരാധിച്ചാണ് കാണുന്നത്. ഇതെല്ലാം കാണിച്ചു തരാൻ എനിക്ക് സമയമില്ല. അബ്രഹാം ആ മോറിയ മലയിലേക്ക് ഇസഹാക്കുമായിട്ട് പോയി. അവിടെ അവൻ തൻ്റെ ദൈവത്തെ ആരാധിച്ചു. എന്തായിരുന്നു ആരാധന? തനിക്ക് ഏറ്റവും വിലമതിച്ചത് ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായി ഞാൻ നിൽക്കുന്നു, നീയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം. നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? നിന്നെ അല്ലാതെ ഈ ഭൂമിയിൽ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അതാണ് ആരാധന. അബ്രഹാം അവിടെ പാട്ടുപാടുകയല്ലായിരുന്നു, അവനുള്ളതെല്ലാം ദൈവത്തിന് അർപ്പിക്കുകയായിരുന്നു. എന്നിട്ട് ദൈവത്തോട് പറയാൻ, നീയാണ് എൻ്റെ കർത്താവ്. അവനാണ് ഒരു ആരാധനക്കാരൻ. അതാണ് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 4 കൂട്ടത്തിൽ ഒരു കാര്യം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു ഒരു ബിഷപ്പിനോട്, നമുക്കവനെ ബിഷപ്പ് എന്ന് വിളിക്കാം, ഒരു കത്തോലിക്ക സഭയിലെയോ അല്ലെങ്കിൽ ഒരു പൗരോഹിത്യ സഭയിൽ, അവൻ്റെ പേര് നിക്കോദിമോസ് എന്നാണ്. എന്നാൽ യോഹന്നാൻ 4 5 പ്രാവശ്യം വിവാഹമോചിതയായ ഒരു സ്ത്രീയോടാണ് യേശു സംസാരിക്കുന്നത്. ഇപ്പോൾ അവൾ താമസിക്കുന്നത് തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരാളോടൊപ്പമാണ്. നിങ്ങളൊരു പക്ഷേ ഒരു ദിവസം ഒരു ബിഷപ്പിനോട് സംസാരിച്ചു, അടുത്ത ദിവസം 5 പ്രാവശ്യം വിവാഹമോചിതയായ ഒരു സ്ത്രീയോട്. വീണ്ടും ജനിക്കണമെന്ന് നിങ്ങൾ ആരോടായിരിക്കും പറയുന്നത്? ആരാധനയെക്കുറിച്ച് നിങ്ങൾ ആരോടായിരിക്കും സംസാരിക്കുന്നത്? എനിക്കറിയാം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. നിങ്ങൾ ആ ബിഷപ്പിനോട് ആരാധനയെക്കുറിച്ചും വീണ്ടും ജനിക്കണമെന്ന് ആ സ്ത്രീയോടും പറയും. എന്നാൽ യേശു അങ്ങനെയല്ല ചെയ്തത്. പൂർണ്ണമായിട്ടും നമ്മളിന്ന് വ്യത്യസ്തമായിട്ടാണ്. അവൻ വീണ്ടും ജനിക്കണമെന്ന് ബിഷപ്പിനോടും
5 പ്രാവശ്യം വിവാഹമോചിതയായ ഇവളോട് ആരാധനയെക്കുറിച്ചും പറഞ്ഞു. കാരണം അവൻ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു. ഈ പുറമേയുള്ള മതഭക്തിയിലൊന്നും അവൻ താല്പര്യനല്ല. അവൻ ദാഹമുള്ള ഒരു ഹൃദയം ഈ 5 പ്രാവശ്യം വിവാഹമോചിതമായ സ്ത്രീ കണ്ടു. അവൻ കണ്ടു, എനിക്ക് ഇവളെ ആരാധന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ദാഹമില്ലാത്തൊരു ഹൃദയമാണ് ആ ബിഷപ്പിൽ അവൻ കണ്ടത്. അവനോട് അവൻ പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. നമുക്ക് യോഹന്നാൻ 4 വരാം. അവൻ ആ ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞു, 23 വാക്യം, നാഴിക വരുന്നു, ശ്രദ്ധിച്ചു വായിക്കുക, അത് ഇതുവരെയും വന്നിട്ടില്ല, അത് വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് വന്നു, എന്നാൽ ഇപ്പോഴും വന്നിട്ടില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാളുണ്ട്, അത് അവൻ തന്നെയാണ്, മറ്റാരുമില്ല. അനേകർ ആത്മാവിൽ നിറയുന്ന ദിവസം വരുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. സത്യ നമസ്കാരികൾ അവനെ ആത്മാവിൽ ആരാധിക്കും. പരിശുദ്ധാത്മാവിൽ, സത്യത്തിൽ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥത്തിൽ. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്നത്? ആ സമാഗമന കൂടാരത്തിൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ദേഹം, ദേഹി, ആത്മാവ്. ദേഹിയിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയടിക്കുക, ചാടുക, നൃത്തം ചെയ്യുക, ദൈവത്തെ സ്തുതിക്കുക. ഞാനത് വിശ്വസിക്കുന്നു. ദേഹിയിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മനസ്സ്, വികാരം, അർത്ഥം മനസ്സിലാക്കി പാടുക, ആവേശം ഉണ്ടാകുക, വികാരം ഉണ്ടാകുക, നല്ലത്. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കുന്നതാണ്. എങ്ങനെയാണ് ആ അതിവിശുദ്ധ സ്ഥലത്ത് എനിക്ക് കിടക്കാൻ കഴിയുന്ന? കീറിയ തിരശ്ശീലയിലൂടെ. യഥാർത്ഥത്തിൽ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന യഥാർത്ഥ ആരാധനക്കാർ അവരിവരാണ്. എല്ലാ ദിവസവും തൻ്റെ ഇഷ്ടത്തോടെ ഇല്ല എന്ന് പറയുന്നവർ. ചിലപ്പോൾ എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, സാക്ബർ, നിങ്ങളുടെ സഭയും മറ്റ് സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ പറയും, ഞങ്ങൾ മറ്റാരേക്കാളും മെച്ചപ്പെട്ടവരല്ല. മറ്റു സഭകളിൽ കപടഭക്തരുള്ള പോലെ ഞങ്ങളുടെ സഭയിലുമുണ്ട്. ഞങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഞങ്ങളെ തന്നെ താരതമ്യം ചെയ്യുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, മറ്റു സഭകളിൽ ഞായറാഴ്ചയാണ് പ്രധാനപ്പെട്ട ദിവസം. ഞായറാഴ്ച രാവിലെയുള്ള അവരുടെ പാട്ടും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് അവർക്ക് പ്രധാനപ്പെട്ടത്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച. ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ആ സമയം ഉൾപ്പെടെ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ വീട്ടിലെങ്ങനെയാണ് ജീവിക്കുന്നത്? നിൻ്റെ ഓഫീസിലോ നിൻ്റെ ഫാക്ടറിയിലോ നീ എങ്ങനെ ജോലി ചെയ്യുന്നു? അങ്ങനെ നിങ്ങൾ ജീവിച്ചിട്ട് ആ ആത്മാവുമായിട്ട് ഞായറാഴ്ച നിങ്ങൾ മീറ്റിങ്ങിന് വരുമ്പോൾ നിങ്ങൾക്ക് 2 വരി പോലും നന്നായിട്ട് പാടാൻ കഴിയില്ലെങ്കിലും, നിങ്ങളുടെ പാട്ടിന് ഒരു രാഗവും ഇല്ലെങ്കിലും, നിൻ്റെ ആരാധനയെ ദൈവം അംഗീകരിക്കും. കാരണം 6 ദിവസത്തെ വിശുദ്ധ ജീവിതം നിൻ്റെ പുറകിലുണ്ട്. ആ 6 ദിവസം നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചതിന് ശേഷം ഇവിടെ വന്ന് നിങ്ങൾ പാട്ടുകൾ പാടിയാൽ, അത് എത്ര മനോഹരമായിട്ട് പാടിയാലും താളത്തോടെ ദൈവം അത് കേൾക്കത്തില്ല. എത്ര പേർക്കറിയാം ഇത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ആരാധനയെന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ കാണിക്കുന്ന ഈ കാര്യങ്ങൾ ദൈവം പ്രസാദിക്കുന്നുവെന്ന്? ആരാധനയെന്ന് പറയുന്ന ആ കാര്യത്തിൽ പോലും ഇന്ന് നാം വലിയൊരു വഞ്ചനയിലാണ് ജീവിക്കുന്നത്. ആരാധിക്കാൻ നമുക്ക് പഠിക്കാം. പിതാവിൻ്റെ ഇച്ഛ ഇതാണ്. ഇങ്ങനെയുള്ള ആരാധനക്കാരെ പിതാവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുന്നവരെ. ഞാൻ മനസ്സിലാക്കുന്നു, ദൈവം ഈ ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കി തന്നെ അറിയാമെന്ന് അവകാശപ്പെടുന്നവരുടെ ഇടയിൽ തന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ജനത്തെ ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നെ അവരിൽ ഒരാളാക്കണേ. എനിക്ക് ശരിയായിട്ട് പാടാൻ അറിയത്തില്ലേ, കുഴപ്പമില്ല. എന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ആരാധക്കാരനാക്കണേ. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും ഇതിനാൽ പിടിക്കപ്പെടുമെന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്നുള്ളതല്ല പ്രധാനം. എന്നാൽ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ക്രൂശ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ എല്ലാ ദിവസവും മരിക്കാനായിട്ട്? എന്നാൽ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറഞ്ഞിരിക്കുന്നത് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകൾ വണക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം ഇവിടെ ഉണ്ടെന്ന്. അതിനാണ് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ കേട്ടത് പറവകൾ കൊത്തിക്കൊണ്ടു പോകാൻ അനുവദിക്കരുത്. പാറസ്ഥലത്ത് വീണ വിത്ത് പോലെ അതായി പോകരുത്. അത് ആഴമുള്ളിടത്ത് വീണ് അനുസരണമുള്ളവരായി തീരുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ട് ആഗ്രഹിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരിക്കലും ഇത് സാധ്യമാകില്ല. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ യഥാർത്ഥത്തിലുള്ള ആത്മ നിറവിനായിട്ട് അന്വേഷിക്കുക. അങ്ങനെ എല്ലാ ദിവസവും ജീവിക്കുക.
അങ്ങനെ മാത്രമേ നിങ്ങളുടെ സ്വയത്തെ നിങ്ങൾക്ക് ക്രൂശിക്കാൻ കഴിയത്തുള്ളൂ. ജഡീക മോഹങ്ങളുടെ മേൽ നിങ്ങൾക്ക് ജയം നേടാൻ കഴിയുള്ളൂ. അങ്ങനെ മാത്രമേ അവൻ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് നടക്കാൻ കഴിയൂ. സ്വർഗീയ പിതാവേ, ഞങ്ങളെല്ലാവരെയും സഹായിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.